recording അല്ലേ ഇല്ലത്. Okay, good morning all of you. Good morning. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊരു ഡിക്റ്റേഷൻ ഇട്ടാലോ? യെസ് ആണോ? ഓക്കെ, ടേക്ക് യുവർ ബുക്ക്. ബുക്ക് എടുത്തേ. നോട്ട് എടുത്തു ടീച്ചറെ. എടുത്തോ? ഓക്കെ, ഫസ്റ്റ് വൺ, സ്വരാക്ഷരങ്ങൾ എഴുതുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്വരാക്ഷരങ്ങൾ എഴുതുക. അലൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വരാക്ഷരങ്ങൾ എഴുതുക. ഫെയ്ത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഫെയ്ത്തെ പറഞ്ഞോളൂ. സ്വരാക്ഷരങ്ങൾ എഴുതുക. മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ എഴുതുക. യെസ്, ആൻമരിയ പറഞ്ഞോളൂ. പ്ലീസ് അൺമ്യൂട്ട്. മിസ് ഇപ്പൊ ആൻസർ എഴുതുന്നത് ഫസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതിട്ട് മതിയോ? ഇപ്പൊ വേണ്ട, എഴുതി പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എഴുതാം ആൻസേഴ്സ്. ഓക്കെ. ഓക്കെ മിസ്. അപ്പൊ ഫസ്റ്റ് വൺ, സ്വരാക്ഷരങ്ങൾ എഴുതുക. ഓക്കെ, എഴുതി കഴിഞ്ഞോ ഷോൺ? ഓക്കെ, എഴുതി കഴിഞ്ഞോ? അപ്പൊ ഫസ്റ്റ് നിട്ടോ, ഒന്ന് നിട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. നോക്കട്ടെ, 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളെല്ലാം പഠിച്ചിട്ടുണ്ടോ നോക്കട്ടെ മിസ്. വ്യഞ്ജനാക്ഷരങ്ങൾ. ഫിനിഷ്. കഴിഞ്ഞോ എല്ലാവർക്കും? ഫിനിഷ് ആയെങ്കിലും ഒന്ന് കൈ കാണിച്ചേ മിസ്സിന്. ഓക്കെ, ആൻമരിയ കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് അലൻ. എന്ത് പറ്റി അലൻ? വേഗം എഴുതിയേ. ശ്രേയ കഴിഞ്ഞു മോളെ? സിമ്പിള് ക്വസ്റ്റ്യൻ അല്ലേടാ, വേഗം നോക്കിയേ. ആൻമരിയ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലേ ആൻമരിയ?
ഓക്കെ. ആരും നോക്കിയൊന്നും എഴുതണ്ട, അറിയുന്നത് എഴുതിയാ മതിയേ. ഓക്കെ, ഷോൺ കംപ്ലീറ്റ് ആക്കി, ശ്രേയ ആക്കി. നെക്സ്റ്റ് ഫെയ്ത്ത് ആൻഡ് അലൻ. ഫിനിഷ്. ശ്രേയക്കുട്ടി. ഓക്കെ, നേരെ ഇരുന്നേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? മിസ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് പ്രാചീന കവിത്രയങ്ങൾ. ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേര്. അപ്പൊ ആരൊക്കെയാണെന്ന്. എന്താ ഫെയ്ത്ത്? ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞതാണ് ഫസ്റ്റ് ക്ലാസ്സിൽ. പ്ലീസ് അൺമ്യൂട്ട് ഫെയ്ത്ത്. ആ, എന്താ ഫെയ്ത്തിന്? എന്താ ഡൗട്ട്? എനി ഡൗട്ട്? ഞാൻ നോട്ട് ചെയ്തായിരുന്നു, പക്ഷെ ഇപ്പൊ വീട്ടിലെ ബുക്ക് ഞാൻ നോക്കിയില്ല. നോക്കൂ എഴുതൂല അതായാലും. എഴുതിയോ? പിന്നെ നോക്കിയേ ഇല്ലേ? ആ, പ്രാചീന കവിത്രങ്ങൾ എഴുതിയോ? എന്ത് പറ്റി? ഞാൻ എത്ര ദിവസം എത്ര നേരം പറഞ്ഞത്? 2-3 ക്ലാസ്സിൽ പറഞ്ഞാണ് ഒരേ കാര്യം. ആൻമരിയ കംപ്ലീറ്റ് ആണോ? നോ. ശ്രേയ എഴുതിയ മോളെ? ഓക്കെ, പറഞ്ഞു തന്നൂടെ ആർക്കും? ഓക്കെ, അത് ഫസ്റ്റ് ഒന്നാണ്. നെക്സ്റ്റ് 2 പേരും കൂടി ഉണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ആവാൻ പാടില്ല. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാചീന കവിത്രയങ്ങൾ എഴുതുക, താഴെ എഴുതണം 3 പേരാ. അടുത്ത ആധുനിക കവിത്രയങ്ങളാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ഷോൺ ഫിനിഷായി. ഷോണിന് നെക്സ്റ്റ്. നെക്സ്റ്റ് ആർക്ക് ഫിനിഷായി? ശ്രേയ, ആൻമേരിയ. ഒരു സിമ്പിൾ ഡൗട്ട് ഒക്കെ, സിമ്പിൾ ചെറിയത്. നെക്സ്റ്റ് പറയട്ടെ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ? നോ മിസ്. എത്ര പ്രാവശ്യം പറഞ്ഞ മിസ്. ഓക്കെ, 2 പേര് കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. ശ്രേയ ആൻഡ് ആൻമരിയ ഫിനിഷ് ആക്കി. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ? ഒന്നുകൂടെ പറയാമോ? ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ? തൊട്ട് മുന്നിലത്തെ ക്വസ്റ്റ്യൻ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ?
ഓക്കെ, ശ്രേയ ഫിനിഷ് ആക്കി. അല്ല, ആൻമരിയ. കഴിഞ്ഞോ? കഴിഞ്ഞോ? നെക്സ്റ്റ് പറയട്ടെ. ഈ ആധുനിക കവിത്രയങ്ങൾക്ക് 3 പേർക്ക് ഓരോ വിശേഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ പഠിച്ച കവിത ആരുടേതാണ്? അതായത് മാതൃഭൂമി എന്ന കവിത ആരുടേതാണ്? അത് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത വിശേഷണത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, മാതൃഭൂമി എന്ന കവിത ആരുടെ കവിതയായിരുന്നു? ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ. ഫെയ്ത്ത് എന്ത് ദൈവമേ, ശ്രേയ ആൻമരിയ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ഈ മാതൃഭൂമി എന്ന കവിത ആരുടേതാണ്? അറിയില്ല? ഫിഫ്ത്ത്, 5ാമത്തെ ക്വസ്റ്റ്യനാ നമ്മ പറഞ്ഞതല്ലേ? അറിയില്ലേ? ഞാൻ 3 പേര് നല്ല അടി തരും. ഞാൻ ഇടാ വടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷോണിന് കിട്ടിയില്ലേ മോനെ? മാതൃഭൂമി എന്ന കവിതയല്ലേ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് അല്ലേ? മാതാവേ മംഗളാകാരേ എന്നിട്ട് ആ കവിത തുടങ്ങുന്ന കവിത അത് ആരുടേതാണ് എന്നാ ഞാൻ ചോദിച്ചത്. താഴെ തന്നിട്ടുണ്ടായിരുന്നു, ഇന്നാളെ എഴുതി. ഓക്കെ, ഫെയ്ത്ത് എഴുതി. അലൻ എഴുതിയോ? ഇതാരുടെ കവിത? ഞാൻ എത്ര പ്രാവശ്യം രാവിലെ വന്ന പാടും ഇന്നാളുടെ ഇന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ആധുനിക കവിത്രയങ്ങളിൽ പെട്ട ഒരാളാണ് എന്നൊക്കെ ഒരുപാട് തവണ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, ഞാൻ ആരോ 2 പേര് ചാറ്റ് ചെയ്യുകയായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ക്ലാസ്സിന്റെ ടൈമില്. ഞാനല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ഉള്ളൂരിന്റെ കവിതയാണല്ലേ മാതൃഭൂമി? ഇനി എഴുതരുത്, ഒരാളും എഴുതി കഴിഞ്ഞു. അപ്പോ ഉള്ളൂരിനെ വിശേഷിപ്പിക്കുന്നത് എന്ത്? ഒരാൾക്കൊരു വിശേഷണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളൂർ ആശാൻ ഡേഷ് വള്ളത്തോൾ ഡേഷ് ഉള്ളൂർ. അപ്പൊ ഉള്ളൂരിന്റെ വിശേഷണം എന്ത്? അദ്ദേഹത്തിന്റെ കവിതകളിലെല്ലാം നിറഞ്ഞിരുന്നത് എങ്ങനെയുള്ള ഇതായിരുന്നു എന്നുള്ളതാണ് ആ വിശേഷണത്തിൽ പ്രധാനം. മനസ്സിലായോ? ആശാന്റെ എന്തായിരുന്നു? ആൻമരിയ? പ്ലീസ് അൺമ്യൂട്ട്. ആശാൻ ആശയഗംഭീരൻ അല്ലേ? ഓക്കെ, ആ ടൈപ്പിലുള്ള ഉള്ളൂരിന്റെ എന്താണ് എന്നാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഫിനിഷ്. എന്ത് പറ്റി ഫെയ്ത്തെ? അലൻ? ഓക്കെ, ആൻമരിയ എഴുതി. അലന്റെ അടുത്ത് നിന്ന് ഒരു മറുപടിയും കിട്ടുന്നില്ലല്ലോ മിസ്സിന്. നെക്സ്റ്റ്, വള്ളത്തോളിന്റെ വിശേഷണം എന്ത്? ആശാന്റത് മിസ് പറഞ്ഞു കഴിഞ്ഞു, ഇനി വള്ളത്തോളിൻ്റെതേ ചോദിക്കുന്നുള്ളൂ. വള്ളത്തോൾ ഞാൻ എത്ര തവണ പറഞ്ഞതാ?
ഓക്കെ, നോ ഐഡിയ, ഒരു ഐഡിയ ഇല്ല. എന്ത് പറ്റിയാൻ മരിയ? പ്ലീസ് അൺമ്യൂട്ട്. മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ പുറത്തേക്കൊന്നും വരുന്നില്ല. പുറത്തേക്ക് വരുന്നില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പോരാന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതാണ്. എന്നാല് ഓക്കെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചില്ലേ? ഷോൺ കഴിച്ചു എന്ന് പറഞ്ഞു എന്നോട്. ഫെയ്ത്ത് കഴിച്ചു. അത് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ എത്തിയില്ലേ, കുറച്ച് കാര്യങ്ങളെല്ലാം മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണ്ടേ അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോ കുറച്ചുകൂടി പഠിക്കാലോ. അപ്പൊ ആർക്കും എഴുതാൻ പറ്റുന്നില്ല? ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? എത്ര? 7 അല്ലേ? 6 ആണല്ലോ ഫെയ്ത്ത് കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്വരാക്ഷരങ്ങൾ, സെക്കൻഡ് വ്യഞ്ജനാക്ഷരങ്ങൾ, തേർഡ് പ്രാചീന കവിത്രയങ്ങൾ, ഫോർത്ത് ആധുനിക കവിത്രയങ്ങൾ, ഫിഫ്ത്ത് ഉള്ളൂരിന്റെ നമ്മുടെ കവിത ആരുടേതാണ്? മാതൃഭൂമി എന്ന കവിത ആരുടേതാണ്? നെക്സ്റ്റ് 6th ഉള്ളൂരിന്റെ വിശേഷണം എന്ത്? അപ്പൊ 3, 6, 7 അല്ലേ? വള്ളത്തോളിന്റെ വിശേഷണം. നേരാണ്. ഓക്കെ, 8 ആണ് ഇനി ചോദിക്കേണ്ടത് അല്ലേ? ഓക്കെ, അപ്പൊ വള്ളത്തോളിന്റെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? റെഡി? ഓക്കെ, അപ്പോ മംഗളം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മംഗളം. ഓൾറെഡി ടീച്ചർ നോട്ട് അതിന്റെ തന്നെയാണ് ഞാൻ. അപ്പൊ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശ്രേയ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് മംഗളം. ഫസ്റ്റ് ലൈൻ തന്നെ നമ്മളെ കവിതയിലെ മാതാവേ മംഗളാകാരേ മഹാമഹിമശാലിനി എന്നാണ്. അപ്പൊ മാതാവേ എന്ന് വിളിച്ചിട്ട് എങ്ങനെയുള്ള ആളാന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എഴുതി. ആൻമരിയ കംപ്ലീറ്റ്. എന്താണ് ഫെയ്ത്ത്? ഷോൺ കംപ്ലീറ്റ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. 3 പേര് എഴുതി. അലൻ ആൻഡ് ഫെയ്ത്ത്. അറിയില്ല? മംഗളം ഫസ്റ്റ് വേർഡായിരുന്നു നമ്മളെ. മംഗളം മീനിങ് എഴുതി തന്നിട്ടുണ്ട്. ഇന്നലെ എഴുതി, റഫ് നോട്ട് ബുക്കിൽ എഴുതിയെന്നും പറഞ്ഞു ഫെയ്ത്ത് എന്നോട്. പ്ലീസ് അൺമ്യൂട്ട് ഫെയ്ത്ത്. എഴുതിയായിരുന്നു, ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല അല്ലേ? ഓക്കെ, മനസ്സിലായി മിസ്സിനത്. ഓക്കെ, നെക്സ്റ്റ് ആകാരം എന്ന വാക്കിന്റെ അർത്ഥം. ആകാരം. ആകാരം. ഓക്കെ, ശ്രേയ എഴുതി, ആൻമേരി എഴുതി, ഷോൺ എഴുതി. അലൻ നോട്ട്ബുക്ക് ഉണ്ട്, അല്ല ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആരെടുത്ത്? അവരുടെ എല്ലാവരുടെയും എടുത്ത്. ആണോ ശ്രേയ ആൻഡ് ആൻമേരിയ? അല്ലേ, അവര് പഠിച്ചു. അവര് ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു. അത്രയും വേഗം ആ ക്വസ്റ്റ്യൻ ആൻസർ വന്നിരുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതെ, ആയിരിക്കാം അല്ലേ ശ്രേയ ആൻമേരിയ? ശ്രേയ ഓക്കെ. നെക്സ്റ്റ് ഒന്നുകൂടി ഓപ്പോസിറ്റ് വേർഡ് മംഗളം എന്ന വാക്കിന്റെ, അതായത്
വിപരീത പദം. മംഗളം. മംഗളം. ശ്രേയ കംപ്ലീറ്റ്. ആൻമേരിയ, ഷോൺ. ഓക്കെ, അവരെല്ലാരും പഠിച്ചു. ഞാൻ ക്ലാസ് കേറിയില്ല. ഓക്കെ, ഫിനിഷ്. 10 ക്വസ്റ്റ്യൻ ആയി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മതിയാക്കാം അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര പേര് നല്ല ഭംഗിയായി എഴുതിന്, ഒരു പെർഫെക്റ്റ് ആയി എഴുതിന്ന് തോന്നുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ മിസ് വായിക്കാം. സ്വരാക്ഷരങ്ങള് ആ, ആ, ഇ, ഈ, ഉ, ഊ. തിരുത്തിയൊന്നും വേണ്ട. ഇറ് തെറ്റിയോ? എ, ഏ. ടിക്കിടണോ? ശരിയാണെങ്കിൽ ടിക്കിട്ടോ. എ, ഏ, ഐ, ഒ, ഓ, ഔ, അം, ആ. ഓക്കെ, കറക്റ്റ് ആണോ? എങ്ങനെ എഴുതേണ്ടതെന്ന് എല്ലാവർക്കും അറിയോ? ഇറ് സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അത് കംപ്ലീറ്റ് എഴുതി ശരിയായി അല്ലേ? നെക്സ്റ്റ് വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെ എഴുതുമെന്ന് അറിയോ? വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? വ്യാ എഴുതിയിട്ട് ഞ് എഴുതിയിട്ട് വേണം ജ എഴുതാൻ. ഓക്കെ, അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ ക, ഖ, ഗ, ഘ, ങ എഴുതിയിട്ടുണ്ടോ എല്ലാവരും? ഏത് ഖായാണെന്നെല്ലാം അറിയാലോ? ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ണ ഉണ്ടോ? മൂന്നാമത്തെ ടായില വരുന്നത്. നാലാമത്തെ ലൈൻ ത, ഥ, ദ, ഥ, ന, പ, ഫ, ഭ, ഫ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. ഓക്കെ, കറക്റ്റ് ആണോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചാ, പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? ഞാൻ ചോദിക്കുന്നവർ പറയണം. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ? ഫെയ്ത്ത്. നമ്മൾ രണ്ടുപേരെ എവിടെ പോയി? പ്ലീസ് അൺമ്യൂട്ട് ഫെയ്ത്ത്. ഞാൻ ചെറുശ്ശേരി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോ ചെറുശ്ശേരി മാത്രമേ ഫെയ്ത്ത് എഴുതിയുള്ളൂ. അലനും നമ്മളെ ഷോണും എവിടെ പോയി? പോയി. ആൻമരിയ, ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? ചെറുശ്ശേരി. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ. മിസ് തുഞ്ചൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചു എഴുതാൻ എഴുതിയില്ല അല്ലേ? പിന്നെ അല്ലാതെ വിചാരിച്ചിട്ട് ഇതുണ്ടോ ഞാൻ വിട്ട് അങ്ങനെ വിചാരിക്കരുത്. നല്ല കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ? ആരൊക്കെയാ? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. മൂന്നാമത്തെ ആളാരാ? മൂന്നാമത്തെ കിട്ടിയില്ല. ശ്രേയ, പ്ലീസ് അൺമ്യൂട്ട്. ശ്രേയ. ടീച്ചർ. ഓക്കെ, ആരാ മൂന്നാമത്തെ ആള്? അറിയോ ടീച്ചറെ? ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. ഇല്ല, ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. അപ്പൊ എഴുത്തച്ഛൻ. അപ്പൊ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, അവരാണ് 3 പേരല്ലേ? ആരി? പ്രാചീന കവിത്രയങ്ങള്. എഴുതി വെക്കണം. പ്രാചീന കവിത്രയങ്ങളാണ് കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി. എഴുത്തച്ഛനൊന്നും മറന്നു പോവാനേ പാടില്ല. എഴുത്തച്ഛൻ ആരാണ്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ. അപ്പൊ എഴുത്തച്ഛൻ. അപ്പൊ പ്രാചീന കവിത്രയങ്ങളെ മനസ്സിലായല്ലോ. ഇനി ആധുനിക കവിത്രയങ്ങള്. ആധുനിക കവിത്രയങ്ങൾ ആരാ പറയുന്നേ? ആൻമരിയാണോ? എഴുതിയിട്ടില്ല മിസ്. ഞാൻ എഴുതിയിട്ടില്ല ടീച്ചറെ. എനിക്ക് കിട്ടിയില്ല. എഴുതിയില്ല. ആൻമരി എഴുതിയോ? ആരൊക്കെയാ? ആശാൻ, വള്ളത്തോൾ. കറക്റ്റ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലേ? വള്ളത്തോൾ.
ആശാൻ കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഫുൾ നെയിം അതാണ് കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ. മിസ് ഇനി പറയുമ്പോ എക്സാം പറഞ്ഞിട്ടിരുന്നേ. ആധുനിക കവിത്രങ്ങളെ അറിയോ? ആ ആ കിട്ടിയിട്ടില്ല. ഇനി അറിയാലോ. ആ. ഓക്കെ. നെക്സ്റ്റ് എന്നാ ചോദിച്ചത് നമ്മള്? നമ്മുടെ മാതൃഭൂമി എന്ന കവിത എഴുതാറ് അല്ലേ? ഓക്കെ. ആരാണ്? അപ്പൊ ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഓക്കെ. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ഞാൻ എഴുതിയിട്ടുണ്ട്. അലൻ എഴുതിയോ? അലനൊന്നുമില്ല. ആ അലൻ അവിടെ ഇങ്ങനെ നിക്കാണ് വെറുതെ അല്ലേ അലൻ? ഒന്ന് ഉഷാറായേനൻ. മിസ് എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടോ? മിസ് എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടോ? ഫെയ്ത്തിനാണോ? നോ നോ, എനിക്ക് നല്ല ക്ലിയർ ആയി കേൾക്കുന്നുണ്ട് ഫെയ്ത്ത് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഷോൺ പോയി. ഷോണിന് എന്ത് പറ്റിയാവോ അറിയില്ല. ഷോണിനെ കാണുന്നില്ല. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം എന്താ നമ്മൾ ചോദിച്ചത്? അപ്പൊ എന്തായാലും അറിഞ്ഞിരിക്കണം നമ്മൾ പഠിച്ച കവിതയുടെ പേര്. കവിത ആരാ എഴുതിയെന്ന് കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. വിശേഷണം എന്താണ്? ഓക്കെ. ഉജ്ജ്വല ശബ്ദാഢ്യൻ. ഓക്കെ. ഉജ്ജ്വല ശബ്ദം അത്ര ഒന്നുമല്ലോ. ഉജ്ജ്വല ശബ്ദാഢ്യനാണ് ആര്? ഉള്ളൂർ. വള്ളത്തോളോ? ശബ്ദസുന്ദരൻ. അടുത്ത ചോദ്യം വള്ളത്തോളിന്റെ വിശേഷണം. അപ്പൊ എന്താ വള്ളത്തോളിന്റെ? ശബ്ദസുന്ദരൻ. എഴുതി വെച്ചേ. എഴുതാത്ത ആളെ എഴുതി വെച്ചേ. വള്ളത്തോൾ ശബ്ദസുന്ദരൻ. ആശാനോ? ആശാൻ ആശയഗംഭീരൻ. ആശയഗംഭീരൻ. എഴുതി വെച്ചേ. വള്ളത്തോൾ ശബ്ദസുന്ദരൻ. ശബ്ദസുന്ദരൻ അതായത് സുന്ദരമായ ശബ്ദത്തിലാണ് അദ്ദേഹം കവിതകൾ എഴുതുന്നത്. ശബ്ദസുന്ദരൻ. ഓക്കെ. ഉള്ളൂരിന്റെ വരികൾ ഉജ്ജ്വല ശബ്ദാണ്. ഉജ്ജ്വലങ്ങളായ വാക്കുകളായിരിക്കും. ഷോൺ കുറച്ചേരം എവിടെയോ പോയല്ലോ മോനെ. നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഓക്കെ. ഷോൺ എന്ത് പറ്റി? പ്ലീസ്. അതെ അല്ലേ? ഓക്കെ. അതെ അല്ലേ? ക്വസ്റ്റ്യന്റെ ആൻസർ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്തി. വള്ളത്തോളിന്റെ വിശേഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മംഗളം. മംഗളം വാക്കിന്റെ അർത്ഥം എന്താണ്? ഐശ്വര്യം. ഐശ്വര്യം. സൂപ്പർ. അതെല്ലാരും എഴുതിയിട്ടുണ്ടോ നല്ല ഒരുവിധം? നെക്സ്റ്റ് ആകാരം എന്ന വാക്കിന്റെ അർത്ഥം. ആകാരം. ശരീരം. ഗുഡ് ഗുഡ്. സൂപ്പർ കുട്ടികളെ. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മള്? അമംഗളം. മംഗളം. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? സൂപ്പർ ആണല്ലോ. ഓക്കെ ഗുഡ്. എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി പഠിക്കണം. ഇതൊക്കെ നമ്മളെ കാര്യങ്ങളാണ് കേട്ടോ. അക്ഷരങ്ങൾ അറിയെങ്കിൽ നമുക്ക് മുമ്പോട്ട് എഴുതാൻ കുറെ ഇപ്പം ക്വസ്റ്റ്യൻ ആൻസറിൽ നല്ലപോലെ എഴുതാനില്ലേ? അപ്പൊ അതറിഞ്ഞു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പൊ ഈ രണ്ടാമത്തെ പാഠം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലെ? അതുകൊണ്ട് വായിച്ചിട്ടില്ലല്ലോ. ആരും വായിച്ചിട്ടുണ്ടാവില്ലോ. ആൻമരിയ എന്ത് പറ്റി? പോയാ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലായിരുന്നല്ലോ. അതെ, അതുകൊണ്ട് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് ഒന്നുകൂടി വായിക്കാം. സമയം കുറെ ആയി. 7 മിനിറ്റ് ഉണ്ട്. അത് കളയണ്ടല്ലോ, നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലെ? പിന്നെ ചിലപ്പോ ഡൗട്ട് ഉണ്ട്. നമ്മുടെ പുസ്തകം ചിലപ്പോ ഒന്ന് മാറും. അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. സാറ് അങ്ങനെ ഒരു മാറും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? എന്നാലും പഠിച്ചത് അധികമൊന്നും ആവില്ല. ഒരു മാതൃഭൂമി എന്ന ഉള്ളൂരിന്റെ കവിത പഠിച്ചത് അധികമൊന്നും അല്ല. നല്ല കാര്യമാണ് അല്ലേ? 7th സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. അതുകൊണ്ട് മാറിയാൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ലെസൺ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ബുക്കിന്റെ. ഓക്കെ. ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അല്ലേ ഫെയ്ത്തെ?
ഓക്കെ. അപ്പൊ ഇനി 7 മിനിറ്റ് ഉണ്ട്. നമ്മുടെ മനുഷ്യ പുരോഗതി എന്ന സെക്കൻഡ് പാഠായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ മിസ് ഒന്നുകൂടി അത് വായിക്കാം. ഓക്കെ. ആദ്യകാലത്ത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവിത രീതികൾ ഏറെക്കുറെ ഒന്നുപോലെയായിരുന്നു. എന്നാൽ കാലക്രമത്തിൽ മൃഗങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത രീതി മനുഷ്യർക്കുണ്ടായി. ഭക്ഷണം ശേഖരിച്ച് മാത്രം ജീവിച്ചിരുന്ന മനുഷ്യർ ക്രമേണ ഓരോ ഉപകരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഉപയോഗിച്ചു. അങ്ങനെ അവന്റെ ജീവിതം കൂടുതൽ സുഗമവും സുഖപ്രദവുമായി. ബുദ്ധിവികാസം അവനെ ഉപകരണങ്ങൾ നവീകരിക്കുവാൻ പ്രാപ്തനാക്കി. മറ്റു ചില ജീവികളും പ്രകൃതിയിൽ നിന്ന് ചില ഉപകരണങ്ങൾ കണ്ടെത്തിയെങ്കിലും ബുദ്ധിവികാസം നേടാൻ അവയ്ക്ക് കഴിയാതിരുന്നത് കൊണ്ട് അവ ജീവിതം അതേപടി തുടർന്നു. കാക്ക ചുള്ളിക്കമ്പുകൾ കൊണ്ടും തേനീച്ച മെഴുകുകൊണ്ടും പാർപ്പിടകൾ അന്നും ഇന്നും ഉണ്ടാക്കുന്നു. ആദ്യകാലത്ത് ഗുഹകളിലും മരക്കൊമ്പുകളിലും പാർത്ത് എന്ത് പറ്റി ഫെയ്ത്ത്? മനസ്സിലാവുന്നില്ലേ വായിക്കുന്നത്? കേൾക്കുന്നില്ലേ? ആദ്യകാലത്ത് ഗുഹകളിലും മരക്കൊമ്പുകളിലും പാർത്തു പോന്നിരുന്ന മനുഷ്യൻ അവന്റെ പാർപ്പിടം വീണ്ടും വീണ്ടും പരിഷ്കരിച്ച് ഇന്ന് ബഹുനിലകളിലുള്ള ഫ്ളാറ്റുകളോളം എത്തിയില്ലേ? അങ്ങനെ അവൻ സാമൂഹ്യ ജീവിതക്രമം രൂപപ്പെടുത്തി. അതിന് ദിനംപ്രതി മാറ്റം വരുത്തി. ഉറുമ്പുകളും ആനകളും എല്ലാം സമൂഹമായി പുലരുന്ന ജീവികളാണ്. പക്ഷേ ആദിമകാലം മുതൽ അവ അതേ രീതി തുടരുന്നു. അതിലൊരു മാറ്റവും ഇല്ലെന്നർത്ഥം. അവയ്ക്ക് ബുദ്ധിവികാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. തന്മൂലം ആർക്കാണ് ഡൗട്ട് ഉണ്ടോന്നെങ്കിലും? പുതിയ ഉപകരണങ്ങൾ കണ്ടെത്താനോ അവ നിർമ്മിക്കുവാനോ അങ്ങനെ ജീവിതം നവീകരിക്കാനോ അവയ്ക്ക് കഴിഞ്ഞില്ല, ബുദ്ധിവികാസം ഇല്ലാത്തതുകൊണ്ട്. ജന്തു ജീവിതത്തിൽ നിന്ന് മനുഷ്യജീവിതം ക്രമേണ വ്യത്യസ്തമായി തീർന്നതിനെ നരവംശ ശാസ്ത്രജ്ഞന്മാർ 3 ഘട്ടങ്ങളായി വിവരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ കാലഘട്ടങ്ങള്? ആർക്കാ ഓർമ്മ ഉള്ളത്? 3 ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആൻമേരി അറിയോ? ഷോൺ അറിയോ? പ്രാചീന കാലം, മധ്യകാലം, മധ്യമകാലം, നവീന. അപ്പൊ അങ്ങനെയായിരുന്നു 3 ഘട്ടങ്ങള്. അതില് ആദിമകാലത്ത് എങ്ങനെയായിരുന്നു? കൽച്ചീലുകള്, കഷ്ണങ്ങള്, കൽച്ചീലുകള്, മരക്കമ്പുകൾ എന്നിവയെല്ലായിരുന്നു അവരുടെ ആയുധം അല്ലെ? സ്വരക്ഷയ്ക്കും അവരുടെ ആഹാര സമ്പാദനത്തിനെല്ലാം വേണ്ടി അവരതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് മൂർച്ച കൂട്ടാൻ പഠിച്ചു. പിന്നീട് അവർ പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്താൻ പഠിച്ചു അല്ലെ? അതാണ് നവീന ശിലായുഗം അല്ലെ? കൃഷി ചെയ്ത് ഒരു സ്ഥലത്ത് പാർത്ത് കൃഷി ചെയ്ത് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലെ? പിന്നെ എന്ത് ചെയ്തു? തീ കണ്ടുപിടിച്ചു. അതെല്ലാം നവീന ശിലായുഗത്തിലായിരുന്നു. അങ്ങനെ അവര് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി അല്ലെ? ലാസ്റ്റ് പറഞ്ഞത് വെങ്കല യുഗത്തിന്റെ കാര്യം അല്ലെ? വെങ്കല യുഗത്തിൽ എത്തിയതോടുകൂടി വെങ്കലയുഗം എങ്ങനെയാ? ശിലായുഗങ്ങൾക്ക് പിന്നാലെ വന്നത് അവൻ ലോഹവിദ്യ കണ്ടെത്തിയ വെങ്കലയുഗമാണ്. ജീവിതാവശ്യങ്ങൾക്കുള്ള ലോഹ ഉപകരണങ്ങൾ നിർമ്മിച്ചുപയോഗിക്കാൻ അവൻ എന്തായി? ആരംഭിച്ചു. ഇത് മനുഷ്യ പുരോഗതിയുടെ സുപ്രധാന ഘട്ടമാണ് വെങ്കലയുഗം. ഇന്ന് നാം ആധുനിക യന്ത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, അത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ആ പാഠം അല്ലേ? ഓക്കെ, എന്താണ് പാഠം മാത്രമേ ഉള്ളൂ? പാഠം തന്നെ അത് സെക്കൻഡ്. മാതൃഭൂമിയുടെ ഈ ഡൗട്ട് കൊണ്ടാ മോനെ ബുക്ക് മാറുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് മിസ് ലേറ്റ് ആക്കിയത്. കാരണം അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം ഇനി നോട്ട് തരാന്ന് കരുതിയിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ ആൻസർ തരാതിരുന്നത്. മനസ്സിലായില്ലേ ആൻമരിയ? അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തരാത്തത്. ഓക്കെ, നമുക്ക് നോക്കാം. ഏതായാലും ബുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തുമായിരിക്കും. അപ്പൊ നമുക്ക് തിങ്കളാഴ്ചയോട് കൂടി വിതരണം ചെയ്യുന്നല്ലേ പറഞ്ഞേ? അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നോക്കാം. ഓക്കെ, ഇനി 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ പോയി കഴിക്കുക. പിന്നെ നല്ല കുട്ടികളെ അടുത്ത ക്ലാസ്സിൽ പങ്കെടുക്കുക അല്ലേ? ഓക്കെ, ബൈ, സീ യു.
ശ്രേയ ബൈ. എന്തേ ശ്രക്കായ? ബൈ ബൈ. അലൻ വന്നു. അലൻ ബൈ. ഫെയ്ത്ത് ആൻഡ് മിരിയ ഷോൺ ബൈ ബൈ. ബൈ മിസ്. See you. Okay. ടോസിനെ അടുത്ത് പോവാൻ തോന്നില്ല നമുക്ക്. അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല ക്ലാസ്. ഓക്കെ, ഏകദേശം ഇപ്പം കട്ടാവും. ഓക്കെ ബൈ.